പ്രത്യേകതകളെ കുറിച്ച് നോക്കിയാലോ? ഭൂമിയിൽ ജീവിക്കുന്നതിനുള്ള അടിസ്ഥാന പ്രബോധന പുസ്തകം എന്നാണ് ബൈബിളിനെ വിശേഷിപ്പിക്കുന്നത്. ബേസിക് ഇൻസ്ട്രക്ഷൻ ബുക്ക് ഫോർ ലിവിംഗ് ഓൺ എർത്ത്. ബൈബിൾ എന്ന പദത്തിന്റെ അർത്ഥം പുസ്തകങ്ങൾ എന്നാണ്. പഴയ നിയമം, പുതിയ നിയമം എന്ന് രണ്ടായി തിരിച്ച് 73 പുസ്തകങ്ങൾ അടങ്ങുന്നതാണ് ഈ പുസ്തകം. ഈ പുസ്തകത്തെ വീണ്ടും ചരിത്രപരം, പ്രബോധനപരം, പ്രവചനപരം എന്ന് തിരിച്ചിരിക്കുന്നു. ഇസ്രായേലിന്റെ ദൈവാനുഭവത്തിന്റെയും രക്ഷാകര പദ്ധതിയുടെയും ചരിത്രം അടങ്ങുന്നതാണ് ചരിത്രപരമായ പുസ്തകങ്ങൾ. സമഗ്രമായ വ്യക്തിത്വ വികസനത്തിനും പൂർണ്ണതയ്ക്കും ഉതകുന്ന മാർഗനിർദ്ദേശങ്ങൾ അടങ്ങുന്നതാണ് പ്രബോധനപരമായ പുസ്തകങ്ങൾ. ദൈവഹിതത്തിനനുസൃതമായ ജീവിതം നയിക്കാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്യുന്നതാണ് പ്രവചനപരമായ പുസ്തകങ്ങൾ. പഴയ നിയമത്തിൽ 21 പുസ്തകങ്ങൾ ചരിത്രപരവും 7 പുസ്തകങ്ങൾ പ്രബോധനപരവും 18 പുസ്തകങ്ങൾ പ്രവചനപരവുമാണ്. പുതിയ നിയമത്തിൽ 5 പുസ്തകങ്ങൾ ചരിത്രപരവും 21 പുസ്തകങ്ങൾ പ്രബോധനപരവും 1 പുസ്തകം പ്രവചനപരവുമാണ്. ആദ്യമായി അച്ചടിച്ച ഗ്രന്ഥം ബൈബിളാണ്. ജർമ്മൻകാരനായ ജോഹന്നസ് ഗുട്ടൻബർഗ് ആണ് അച്ചടിച്ച വ്യക്തി. 1458 ലത്തീൻ ഭാഷയിൽ. ഏറ്റവും അധികം ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുള്ളതും ഏറ്റവും അധികം പ്രതികൾ ഇറക്കിയിട്ടുള്ളതും വിശുദ്ധ ഗ്രന്ഥം തന്നെയാണ്. ബൈബിളിനെ വിശുദ്ധ ഗ്രന്ഥം, വിശുദ്ധ ലിഖിതം, വചനഗ്രന്ഥം എന്നെല്ലാം വിളിക്കുന്നുണ്ടല്ലോ. അതെന്തുകൊണ്ടാകാം? ദൈവത്തിന്റെ വചനം അതിൽ ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് ബൈബിളിനെ വിശുദ്ധ ഗ്രന്ഥം, വിശുദ്ധ ലിഖിതം എന്നെല്ലാം വിളിക്കുന്നത്. കാരണം ദൈവം പരിശുദ്ധനാണ്. അതിനാൽ തന്നെ ദൈവത്തിന്റെ വചനവും പരിശുദ്ധമാണ്. ദൈവസാന്നിധ്യമുള്ള എല്ലാം പരിശുദ്ധമാണ്. ദൈവത്തിന്റെ വാക്കുകൾ ദൈവപ്രേരണയാൽ മനുഷ്യന്റെ ഭാഷയിൽ രചിച്ചതാണ് ബൈബിൾ. ബൈബിളിലെ ഉള്ളടക്കം രക്ഷാകര ചരിത്രമാണെന്ന് ഒറ്റ വാക്കിൽ പറയാം. അതായത് പ്രപഞ്ചോൽപത്തി മുതൽ യുഗാന്ത്യം വരെയുള്ള ചരിത്രം. മനുഷ്യരുടെ ഇടയിലുള്ള ദൈവത്തിന്റെ ഇടപെടലുകളാണ് ബൈബിളിൽ കാണുന്നത്. യുഗാന്ത്യത്തിൽ നിത്യരക്ഷ കൈവരിക്കാൻ ഭൂമിയിലെ ജീവിതം ക്രമീകരിക്കാൻ സഹായിക്കുന്ന പുസ്തകമായതിനാലും ബൈബിളിനെ വിശുദ്ധ ഗ്രന്ഥമെന്ന് വിളിക്കുന്നു. ബൈബിളിൽ തന്നെ ബൈബിൾ വിശുദ്ധ ഗ്രന്ഥമാണെന്ന് പറയുന്നുണ്ട്. മത്തായി 21:42 വിശുദ്ധ ലിഖിതത്തിൽ നിങ്ങൾ വായിച്ചിട്ടില്ലേ എന്ന് യേശു ചോദിക്കുന്നതായി കാണാം. യഹൂദരുടെ മതഗ്രന്ഥമായിരുന്നു പഴയ നിയമം. യേശു എന്തെങ്കിലും എഴുതി സൂക്ഷിച്ചതായി ബൈബിളിലും പാരമ്പര്യമായും പറയുന്നില്ല. എന്നാൽ യേശു തന്റെ സുവിശേഷം ലോകത്തിന്റെ അവസാനം വരെയും അതിരുകൾ വരെയും പ്രഘോഷിക്കാൻ 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുകയും തന്റെ മരണശേഷം അവിടുന്ന് ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിനെ സഹായകനായി നൽകി ശക്തിപ്പെടുത്തുകയും ചെയ്തു. പരിശുദ്ധാത്മാവ് ഈശോയുടെ പഠനങ്ങൾ ഓർമ്മിക്കാനും ലിഖിത രൂപത്തിലാക്കാനും ശിഷ്യന്മാരെ പ്രബോധിപ്പിച്ചു. 1 തെസ്സലോനിക്ക 2:13 പറയുന്നു, നിങ്ങൾ ഞങ്ങളിൽ നിന്ന് കേട്ട വചനങ്ങൾ മനുഷ്യവചനങ്ങളല്ല, ദൈവത്തിന്റെ സത്യവചനങ്ങളാണെന്ന്. 1 കൊരിന്തോസ് 2:12-13 വാക്യങ്ങളിൽ പറയുന്നു, മാനുഷിക ജ്ഞാനത്താലല്ല പരിശുദ്ധാത്മാവിനാലാണ് ഞങ്ങൾ നിങ്ങളെ ഉത്ബോധിപ്പിക്കുന്നതെന്ന്. ഇങ്ങനെ ആദ്യം വാമൊഴിയായി കിട്ടിയ സുവിശേഷം പിന്നീട് വരമൊഴിയായി സൃഷ്ടിക്കപ്പെട്ടു. ലിഖിത രൂപത്തിലുള്ള സുവിശേഷമാണ് ബൈബിൾ. എന്നാൽ തങ്ങൾക്ക് ലഭിച്ചത് മുഴുവനും എഴുതപ്പെട്ടിട്ടില്ല എന്ന് ശിഷ്യന്മാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധ യോഹന്നാൻ 20:30 പറയുന്നു, ഈ ഗ്രന്ഥത്തിൽ എഴുതപ്പെടാത്ത മറ്റനേകം അടയാളങ്ങളും യേശു ശിഷ്യന്മാരുടെ സാന്നിധ്യത്തിൽ പ്രവർത്തിച്ചു. യേശു ചെയ്ത മറ്റു പല കാര്യങ്ങളുമുണ്ട്. അതെല്ലാം എഴുതിയിരുന്നെങ്കിൽ ആ ഗ്രന്ഥങ്ങൾ ലോകത്തിന് തന്നെ ഉൾക്കൊള്ളാൻ സാധിക്കാതെ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞാണ് വിശുദ്ധ യോഹന്നാൻ സുവിശേഷം അവസാനിപ്പിക്കുന്നത്. ഇങ്ങനെ ലിഖിത രൂപം പ്രാപിക്കാതെ വാമൊഴിയായി കിട്ടിയ പല വിശ്വാസ സത്യങ്ങളും നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ഇതാണ് വിശുദ്ധ പാരമ്പര്യങ്ങൾ. മാതാവിന്റെ സ്വർഗാരോപണവും മധ്യസ്ഥ പ്രാർത്ഥനയും ശുദ്ധീകരണ സ്ഥലവും ഇതിന് ഉദാഹരണങ്ങളാണ്. വിശുദ്ധ ബൈബിളും സഭയുടെ സജീവ പാരമ്പര്യങ്ങളും ദൈവം എന്ന ഒരേ ഉറവിൽ നിന്നാകിയാൽ വിശുദ്ധ ബൈബിളിനെയും വിശുദ്ധ പാരമ്പര്യത്തെയും ഒരേ ആദരവോടും ഒരേ ബഹുമാനത്തോടും കൂടി സ്വീകരിക്കേണ്ടതുണ്ട്. വിശുദ്ധ ബൈബിളിനെയും വിശുദ്ധ പാരമ്പര്യത്തെയും മുറുകെ പിടിച്ച് നമ്മുടെ വിശ്വാസം സംരക്ഷിച്ച് മുന്നേറാം. നന്ദി.